CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 3 ദിവസം താനൂരിലാണ് സമ്മേളനം. സ്വതന്ത്രന്മാർ പാർട്ടിക്ക് തലവേദനയാകുന്നത് സമ്മേളനത്തിൽ ചർച്ചയാകും. ഒരു ടേം കൂടി ബാക്കിയുണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ മാറ്റാനുള്ള നീക്കമായിരിക്കും സമ്മേളനം കൈക്കൊള്ളുക. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം അത് താനൂരിൽ നടക്കുന്നു. 3 ദിവസത്തെ സമ്മേളനം. അവിടെ നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ട്. സ്വതന്ത്രന്മാർ പാർട്ടിക്ക് തലവേദനയാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾക്കറിയാം. നിലവിലുള്ള ഒരു MLA തന്നെ പാർട്ടിയെ എതിർത്തുകൊണ്ട് രംഗത്ത് PV അൻവർ രംഗത്ത് വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ BJPയുടെ വളർച്ച, ഇതൊക്കെ ചർച്ചയാവില്ലേ സമ്മേളനത്തിൽ? ശിവദാസ്. വിനോദ്, മലപ്പുറം CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ഇന്ന് താനൂരിൽ ആരംഭിക്കുകയാണ്. 3 ദിവസമാണ് സമ്മേളനം നടക്കുക. ഉദ്ഘാടന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഉദ്ഘാടനം ചെയ്യുക. വ്യത്യസ്തമായ പല വിഷയങ്ങളിലും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും സമസ്യകളിലെ ഭിന്നതയും, അതോടൊപ്പം തന്നെ സ്വതന്ത്രന്മാർ പാർട്ടിക്ക് പലപ്പോഴും തലവേദനയായി മാറിയിട്ടുണ്ട്. ഈ വിഷയം ഒരു പ്രധാന അജണ്ടയായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, PV അൻവർ MLA പാർട്ടിയുടെ സ്വതന്ത്രനായി മത്സരിച്ച് പിന്നീട് വിജയിച്ച് നിലമ്പൂരിൽ MLA ആയതാണ്. അദ്ദേഹം പിന്നീട് പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും എതിർത്തും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. KT ജലീൽ MLAയുമായി ബന്ധപ്പെട്ട് പല വിവാദ വിഷയങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇത്തരത്തിൽ സ്വതന്ത്രന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം എന്നൊരു അഭിപ്രായം ലോക്കൽ ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ എല്ലാം തന്നെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം വിഷയം ഒരു പ്രധാന അജണ്ടയായി തന്നെ പാർട്ടി സ്വീകരിക്കുന്നത്. ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും എന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം വിഷയം കൈകാര്യം ചെയ്യാൻ. സ്വതന്ത്രന്മാരെ പരിഗണിക്കുമ്പോൾ അവരുടെ എല്ലാം പരിശോധിച്ച് വേണം അവരെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് എത്തിക്കാൻ എന്നാണ് പ്രധാനമായും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ BJPയുടെ വളർച്ച ജില്ലാ സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു. ഇത് വലിയ ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. ഈ വിഷയം ഒരു പ്രധാന അജണ്ടയായി ഈ ഒരു ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. BJPയുടെ വളർച്ച അത് വളരെ വ്യക്തമാണ്. മലപ്പുറം CPM ജില്ലാ സമ്മേളനം 3 ദിവസത്തെ സമ്മേളനം താനൂരിൽ ആരംഭിക്കുന്നു. നിരവധി വിഷയങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകും. സ്വതന്ത്രന്മാർ പാർട്ടിക്ക് തലവേദനയാകുന്നു, മലപ്പുറം ജില്ലയിലെ BJPയുടെ വളർച്ച, ഇതൊക്കെ CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ശിവദാസ് കന്മനം.